നമസ്കാരം. വെൽക്കം ടു KVTV. എന്റെ പേര് സവിത ചിമ്മി പുളിക്കൽ. 16th KCCNA കൺവെൻഷൻ നടക്കാൻ പോകുന്ന ഈ വേളയിൽ നമുക്ക് കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചറിയുന്നതിനായി ഇവിടെ KCCNAയുടെ പ്രസിഡന്റ് മിസ്റ്റർ ജെയിംസ് ഇല്ലിക്കലും അതുപോലെ തന്നെ ഹോസ്റ്റിംഗ് യൂണിറ്റ് ആയ KCCCF ടാംപായുടെ പ്രസിഡന്റ് മിസസ് ജയമോൾ മൂശാരപ്പറമ്പിലും കൂടിയിട്ടുണ്ട്. മയാമിയിൽ ഫോർട്ട് ലോറിഡയിൽ വെച്ചാണ് നമ്മുടെ കൺവെൻഷൻ നടക്കുന്നത്. ഓഗസ്റ്റ് 6 തൊട്ട് 10 വരെ. ഇവരോട് കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഈ വരുന്ന ആഴ്ച നടക്കാൻ പോകുന്ന KCCNA കൺവെൻഷന്റെ ഒരുക്കങ്ങൾ എവിടെ വരെയായി? താങ്ക് യു സവിത. 16th KCCNA കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും ഒരു റെക്കോർഡ് ഉണ്ടാക്കുന്ന ഒരു കൺവെൻഷനായിട്ട് മാറിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ തന്നെ ഏകദേശം 25ഓളം കമ്മിറ്റികൾ, അതിന്റെ കോ ചെയറേഴ്സ്, ഓൾമോസ്റ്റ് 250ഓളം അവരുടെ ഹെൽപ്പേഴ്സായിട്ട് ഇവരുടെ 5-6 മാസത്തെ ആത്മാർത്ഥമായ സഹകരണം കൊണ്ട് എല്ലാ രംഗത്തും നല്ല നിലയിൽ തന്നെ കൺവെൻഷൻ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. 2 അസോസിയേഷൻ ഹോസ്റ്റ് ചെയ്യുന്ന, അതായത് KCCCF ടാംപായും മയാമി യൂണിറ്റോടെ ഹോസ്റ്റ് ചെയ്യുന്ന അസോസിയേഷൻ, മയാമി യൂണിറ്റും ടാംപാ യൂണിറ്റും മത്സരിച്ച് അവരുടെ കൾച്ചർ പ്രോഗ്രാം, ബാക്കിയുള്ള കോമ്പറ്റീഷൻ എല്ലാം ഭംഗിയായി നടത്തുകയാണ്. അതുപോലെ തന്നെ എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ് ഒരു രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നത് ഇത്ര നേരത്തെ. ഇപ്പോഴും ആൾക്കാർ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് വെമ്പിൽ കൊള്ളുന്നുണ്ടെങ്കിലും നമ്മുടെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് റൂമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ബ്രവാർഡ് കൗണ്ടി കൺവെൻഷൻ സെന്ററിലാണ് നമ്മുടെ എല്ലാ ഫംഗ്ഷനും നടക്കുന്നത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഓമിനി ഹോട്ടലുകളാണ് നമ്മളെല്ലാവരും താമസിക്കുന്നത്. അത് നമ്മുടെ രജിസ്ട്രേഷന്റെ തിരക്കുകൾ കാരണം ഓമിനിയെ കൂടാതെ അതിനോട് ചേർന്നുള്ള ഹിൽട്ടണും 2 ഹോട്ടലുകൾ എടുത്തിട്ടുണ്ട്. ഈ 2 ഹോട്ടലിലും ഫുള്ളായി. അതുകൊണ്ട് നിങ്ങൾ വരിക, എൻജോയ് ചെയ്യുക. കൺവെൻഷൻ ഭംഗിയായിട്ട് തന്നെ നടക്കും. ഫിനാൻഷ്യലി നമ്മൾ ഓൾമോസ്റ്റ് സെറ്റപ്പായി, ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റപ്പാണ്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയും വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. 6-ാം തീയതി ദയവ് ചെയ്ത് എല്ലാവരും കൺവെൻഷൻ സെന്ററിലേക്ക് എത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മിസസ് ജയമോൾ, നമ്മുടെ ഈ കൺവെൻഷന് വരുന്ന മെയിൻ ചാലഞ്ചസ് ആസ് എ ഹോസ്റ്റിംഗ് യൂണിറ്റ് എന്തൊക്കെയാണ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്? ഏറ്റവും പ്രൗഢിയോടുകൂടിയാണ് KCCCF ടാംപാ യൂണിറ്റ് 16th KCCNA കൺവെൻഷൻ ഹോസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനമെടുത്തത്. അങ്ങനെ എടുത്ത സാഹചര്യത്തില് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏകദേശം 900 അടുത്ത ഫാമിലിയാണ് ഈ വർഷം കൺവെൻഷൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതൊരു വലിയ റെക്കോർഡ് സെറ്റിംഗ് നമ്പർ ആണ്. ഈ വന്ന എല്ലാ രജിസ്ട്രേഷനെയും അക്കോമഡേറ്റ് ചെയ്യുക എന്നത് തന്നെയായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ചാലഞ്ചസ്. മയാമി ബ്രൊവാർഡ് കൗണ്ടി കൺവെൻഷൻ സെന്ററിനോട് ചേർന്ന് നിൽക്കുന്ന ഒമ്നി ഹോട്ടലിൽ ആദ്യം നമ്മൾ ബുക്ക് ചെയ്തു. രജിസ്ട്രേഷന്റെ നമ്പേഴ്സ് കൂടിയതനുസരിച്ച് തൊട്ടടുത്തുള്ള ഹിൽട്ടൺ ഹോട്ടലും ഒപ്പം റിനൈസൻസ് ഹോട്ടലിലും നമ്മളിപ്പോൾ റൂമുകൾ സേവനം ചെയ്തിട്ടുണ്ട്. വരുന്ന എല്ലാ രജിസ്ട്രേഷനും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് ഏറ്റവും വലിയ ജ്ഞാനായ സംഗമമായ 16th KCCNA കൺവെൻഷനിലേക്ക് ഏവരെയും ഹോസ്റ്റിംഗ് യൂണിറ്റിന്റെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ കേട്ടായിരുന്നു ആദ്യമേ 2 ഹോട്ടലേ ഉള്ളായിരുന്നു, പിന്നെ നമുക്ക് ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഹോട്ടലിന്റെ എണ്ണം കൂട്ടേണ്ടി വന്നു. രജിസ്ട്രേഷൻ കൂടിയത് കൊണ്ടാണ് ഈ 900-ൽ പരം വന്നിരിക്കുന്ന രജിസ്ട്രേഷനെ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത്. മീൻസ് ജ്ഞാനായക്കാരെ അതുപോലെ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ കൺവെൻഷൻ, റൈറ്റ്? എല്ലാ 2 വർഷവും കൂടുമ്പോൾ നടത്തുന്ന വലിയൊരു ജ്ഞാനായ സംഗമമാണ് KCCNAയുടെ കൺവെൻഷൻ. ഈ പ്രാവശ്യത്തെ കൺവെൻഷൻ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന പുതിയ പ്രോഗ്രാംസ് എന്ന് പറയാമോ? മെയിൻ ഇവന്റ് വന്നിരിക്കുന്നത് ജ്ഞാനായ കാത്തലിക് യുവജനവേദി ഓഫ് നോർത്ത് അമേരിക്ക KCYNA. അവര് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് KCCNA they are doing a gym competition. സോ അതിനായിട്ട് എല്ലാവരും എക്സൈറ്റഡ് ആണ്. മിക്കവാറും പല യൂണിറ്റിൽ നിന്നും അതിന്റെ കണ്ടസ്റ്റൻസിനെ കിട്ടിയിട്ടുണ്ട്. ഹെൽത്ത് ഈസ് ഓൾ വെൽത്ത്. സോ ജിം എന്ന ഈ പുതിയ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം വിമൻസ് ഫോറം KCWFNA റോയൽ ജ്ഞാനായ കിങ്ഡം പേജന്റ് എന്ന് പറഞ്ഞൊരു പരിപാടി കൂടെ ചെയ്യുന്നുണ്ട്. Friday starting from 1 o'clock they are going to select Mannan, Manga, Little Princess and Little Prince. അതിലേക്കും എല്ലാവരും വന്ന് എല്ലാ കണ്ടസ്റ്റൻസിനെയും സപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. അവർ ഇപ്രാവശ്യം ഒരു പുതിയ കോൺസെപ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉള്ളതായിരുന്നു മന്നൻ, മങ്ക, പ്രിൻസസ് ആൻഡ് പ്രിൻസ് ഉള്ള പരിപാടിയാണ്. എങ്കിലും അതിനൊരു പുതിയ പേരിട്ടുണ്ട്. റോയൽ ജ്ഞാനായ കിങ്ഡം പേജന്റ് എന്ന പേരിലാണ് ഇപ്രാവശ്യത്തെ പരിപാടി അവർ നടത്തുന്നത്. എല്ലാ കൺവെൻഷനിലും നടത്തുന്ന KCYNAയുടെ ഏറ്റവും ആളുകൾ വാച്ച് ചെയ്യുന്ന മിസ് ജ്ഞ എന്ന കോമ്പറ്റീഷനും ആൽവിൻ പിണർക്കലിന്റെ നേതൃത്വത്തിൽ KCYNA നടത്തുന്നുണ്ട്. വിൽ ബി ഓൺ സാറ്റർഡേ നൈറ്റ്. അതുപോലെ തന്നെ ജയമോൾ പറഞ്ഞ പോലെ തന്നെ ഈ 3 മെയിൻ പ്രോഗ്രാംസും നമ്മുടെ മെയിൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. പിന്നെ KCYNA അതുപോലെ തന്നെ ബാറ്റിൽ ഓഫ് ദ സിറ്റി എല്ലാ യൂണിറ്റും വെൽ പ്രിപ്പയർ ആയിട്ടാണ് വരുന്നത്. നമ്മളവിടെ അടിച്ചു പൊളിച്ചിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
എല്ലാ ഫംഗ്ഷനും നല്ല ഭംഗിയായിട്ട് തന്നെ പോകുന്നുണ്ട്. താങ്ക് യു. ഈ വരുന്ന കൺവെൻഷന് 3000-ൽ പരം ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. അപ്പം ഇവരുടെയൊക്കെ സേഫ്റ്റി നമ്മൾ എങ്ങനെ എൻഷുർ ചെയ്യാൻ പറ്റുന്നത്? സേഫ്റ്റി ഈസ് ദ പ്രയോറിറ്റി. അതിനായി നമ്മൾ ബ്രോവാർഡ് കൗണ്ടി ഷെരീഫ് ഓഫീസും ഒപ്പം സ്വകാര്യ സുരക്ഷാ ഏജൻസികളും കൂടെ ചേർന്നാണ് നമ്മൾ ഇപ്രാവശ്യത്തെ സുരക്ഷ ഉറപ്പാക്കിയിരിക്കുന്നത്. ധാരാളം വോളണ്ടിയേഴ്സ് നമ്മുടെ തന്നെ KCCNA-യുടെ അംഗ സംഘടനകളിൽ നിന്ന് വോളണ്ടിയേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. Retired sheriff officers, currently working sheriff officers. So that's our first priority, and joining with the Broward County Sheriff Office and the private safety officers, we will be making sure that everybody is safe out there. Okay, thanks. അതുപോലെ തന്നെ നമ്മുടെ ആംബുലൻസ്, കൗണ്ടിയുടെ ആംബുലൻസ് ഒരെണ്ണം എപ്പോഴും അവിടെ അവൈലബിൾ ആണ്. സ്പെഷ്യലി നമ്മുടെ സ്പോർട്സ് ഡേ, വേൾഡ് ഡേ ഒരു ആംബുലൻസ് അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്രാവശ്യത്തെ കൺവെൻഷനിൽ നമ്മുടെ അപ്കമിംഗ് ജനറേഷൻ യൂത്ത് ആണ് എപ്പോഴും നമ്മുടെ തലമുറ മുന്നോട്ട് നയിക്കുന്നത്. അവരുടെ ഇൻവോൾവ്മെന്റ് എങ്ങനെയുണ്ട്? അവരുടെ ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു, എല്ലാ റെക്കോർഡാണുള്ളത്. റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു കൺവെൻഷനാണ് ഇത്. ഇത്തവണത്തെ കൺവെൻഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന യൂത്തുകളുടെ എണ്ണം കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അവര് നല്ല സഹകരണത്തോടെ അവരുടെ നല്ല നല്ല പ്രോഗ്രാം വേറെ തന്നെ നടത്തുന്നുണ്ട്. എസ്പെഷ്യലി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്പോർട്സ്, അവർ നടത്തുന്ന സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ ഓർഗനൈസ്ഡ് ആണ്. നമ്മുടെ ക്രിസ് കട്ടപ്പുറത്തിന്റെ നേതൃത്വത്തിലുള്ള സ്പോർട്സ് കമ്മിറ്റി അതിനായിട്ട് വർക്ക് ചെയ്യുന്നു. അതിനകത്തൊരു പ്രത്യേകത നമ്മുടെ സാറ്റർഡേ വേൾഡ് ഡേ സ്പോർട്സും, പിന്നെ ഈ വർഷം ഈ പ്രാവശ്യത്തെ കൺവെൻഷനിൽ ചേഞ്ചസ് ആയിട്ട് വോളിബോളിന്റെയും ബാസ്കറ്റ് ബോളിന്റെയും സെമിയും ഫൈനലും സൺഡേ 10:30 തൊട്ട് 1 മണി 1:30 വരെയാണ് നടത്തുന്നത്. ബാസ്കറ്റ് ബോളിന്റെ സെമിയും ഫൈനലും വോളിബോളിന്റെ ഫൈനലും മാത്രം സൺഡേയിലാണ്. ആദ്യമായിട്ടാണ് 2 ദിവസം. അത് യൂത്തിന്റെ റിക്വസ്റ്റ് കൊണ്ടാണ് ആൾക്കാർ മാക്സിമം പങ്കുകൊള്ളുവാനും സഹകരിപ്പിക്കുവാനും നല്ലൊരു കോമ്പറ്റീഷൻ കാഴ്ചവെക്കാനും വേണ്ടിയാണ് സൺഡേയിലും കൂടി നമ്മളത് റിസർവ് ചെയ്തിരിക്കുന്നത്. ഇത്രയും വലിയൊരു ക്രൗഡ്, 3000+ ക്രൗഡ് വരുമ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇസ് ഗോയിങ് ടു ബി എ മേജർ ചലഞ്ച്. അവരുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി എന്ത് പ്ലാൻസ് ആണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്? ഹോളിവുഡ് ഇന്റർനാഷണൽ എയർപോർട്ട് ഫോർട്ട് ലോഡയിലാണ് നമ്മുടെ ഓംനി ഹോട്ടലിന് ഏറ്റവും അടുത്തുള്ള എയർപോർട്ട്. അവിടുന്ന് വ്യാഴാഴ്ച ഓഗസ്റ്റ് 6-ന് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ 56 പേരുടെ 56 പാസഞ്ചർ 2 ബസ്സുകളാണ് നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. സോ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് ഹോട്ടൽ ഹിൽട്ടണിലും ഹോട്ടൽ റിനേസൻസിലും ബ്രോവാർഡ് കൗണ്ടി കൺവെൻഷൻ സെന്ററിലേക്കുമാണ് നമ്മൾ ഡ്രോപ്പ് ഓഫ് ചെയ്യുന്നത്. സോ ഇന്റർനാഷണൽ എയർപോർട്ട് ഫോർട്ട് ലോഡയിൽ വരുന്നവർക്ക് ഈ ബസ് സൗകര്യം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഓൺ മൺഡേ റിട്ടേൺ ആയിട്ട് ഓഗസ്റ്റ് 10-ന് രാവിലെ 6 AM to 12 noon സെയിം 2 56 പാസഞ്ചർ ബസ്സസ് ഫ്രം ഹോട്ടൽ ഹിൽട്ടൺ, ഹോട്ടൽ റിനേസൻസ് ആൻഡ് ബ്രോവാർഡ് കൗണ്ടി കൺവെൻഷൻ സെന്ററിൽ നിന്ന് തിരിച്ച് ഫോർട്ട് ലോഡേൽ എയർപോർട്ട് സൗകര്യം ഒരുക്കി വെച്ചിട്ടുണ്ട്. മൺഡേ ഓഗസ്റ്റ് 10-ന് റിട്ടേൺ പോകാനായിട്ട് നമ്മൾ 56 പാസഞ്ചറിന്റെ 2 ബസ് ബ്രോവാർഡ് കൗണ്ടി കൺവെൻഷൻ സെന്ററിൽ നിന്നും ഹോട്ടൽ ഹിൽട്ടണിൽ നിന്നും ഹോട്ടൽ റിനേസൻസിൽ നിന്നും രാവിലെ 6 മുതൽ 12 മണി വരെ എയർപോർട്ടിലേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏവർക്കും അറിയാവുന്ന പോലെ 3 ഹോട്ടലുകളിലായിട്ടാണ് നമ്മൾ അക്കോമഡേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓംനി ഹോട്ടൽ, ഹിൽട്ടൺ ഹോട്ടൽ ആൻഡ് റിനൈസൻസ് ഹോട്ടൽ. വളരെ അടുത്ത് തന്നെയാണ്. എങ്കിലും ഹിൽട്ടണിലും റിനൈസൻസിലും താമസിക്കുന്നവർക്ക് കൺവെൻഷൻ നടക്കുന്ന എല്ലാ ദിവസവും രാവിലെ 7:30 മുതൽ വൈകുന്നേരം 6 മണി വരെ 15 പാസഞ്ചറിന്റെ 2 ഷട്ടിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വൈകുന്നേരം 6 മണി കഴിയുമ്പോൾ 56 പാസഞ്ചറിന്റെ ഒരു ബസ്സും രാത്രി മിഡ്നൈറ്റ് വരെ ഷട്ടിൽ സർവീസ് നടത്തി ഏവർക്കും യാത്രാ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അത് പറഞ്ഞു കഴിയുമ്പോൾ ഒരു കാര്യം ഇവിടെ റിപ്പീറ്റ് ചെയ്യാനുണ്ട്. മറ്റൊന്നുകൊണ്ടല്ല, അവിടെ ഈ ബസ്സും ഈ വാനും ഇട്ടിരിക്കുന്നത് ഇത് ഫ്ലോറിഡയാണ്. നല്ല ടെമ്പറേച്ചർ, നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ കുട്ടികളും അല്ലെങ്കിൽ ലേഡീസും ഒക്കെ ഉച്ചയ്ക്ക് ഒന്ന് ബ്രേക്ക് ഒക്കെ എടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ് അവിടെ എത്താൻ. കാര്യം 2-3 മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ എന്ന് പറഞ്ഞാലും പിന്നെ നൈറ്റിലെ സേഫ്റ്റിയും കണക്കാക്കിയാണ് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇത്രയും പേര് പല സ്റ്റേറ്റിൽ നിന്ന്, ഓൾ ഓവർ അമേരിക്കയിൽ നിന്ന് കടന്നു വരുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇപ്പം ഓൾറെഡി ജയമോളിച്ച് പറഞ്ഞു. അതുപോലെ നമ്മുടെ പാർക്കിംഗ് ഫെസിലിറ്റീസ് എങ്ങനെയായിരിക്കും ഈ വരുന്ന ആൾക്കാരുടെ എല്ലാം? പാർക്കിംഗ് നമുക്ക് ഇത്തവണ 3-4 ഡിഫറെന്റ് വേസിലുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഓംനി ഹോട്ടലിൽ അവിടെ വാലെ പാർക്കിംഗ് ആണ്. $30 ആണ് ഫോർ 24 hours. ഇൻ ആൻഡ് ഔട്ടിന് ചാർജ് ഇല്ല. അതുകൊണ്ട് $30 24 hours ആണ്. ഫസ്റ്റ് അതിന്റെ ഒരു പ്രോബ്ലം, ആദ്യം വരുന്ന ഫസ്റ്റ് 150 കാറുകൾക്കേ ഉള്ളൂ അവിടെ ആ റേറ്റിന് കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് രണ്ടാമത് ചോയ്സ് ഉള്ളത് 2 ഹോട്ടലും കൂടെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. ആ 2 ഹോട്ടലിലും $20 ആണ് പെർ ഡേ. അതും ഓൾസോ 24 hours. പിന്നെ വേറെ ചോയ്സ് ഉള്ളത് നമ്മുടെ ഫോർട്ട് ലോഡറിൽ എയർപോർട്ടിൽ
$20 പെർ ഡേ ആണ്. നിങ്ങൾക്ക് എയർപോർട്ടിൽ പാർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബസ്സിന് നല്ല സൗകര്യമുണ്ട്. ബസ്സിന് വരികയും തിരിച്ച് മണ്ടയിലുള്ള ബസ്സിന് തിരിച്ചു പോവുകയും ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് വെളിയിൽ പോകുക എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഊബർ വിളിക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ $5 to $10 ആകത്തുള്ളൂ. അപ്പം ഈ 3 രീതിയിലുള്ള ഏതെന്ന് വെച്ചാൽ നിങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ അത് മാനേജ് ചെയ്യാവുന്നതാണ്. ഇപ്രാവശ്യത്തെ കൺവെൻഷന് വളരെ അധികം പ്രത്യേകത ഉണ്ടെന്ന് കേട്ടു. ഓരോ കമ്മിറ്റിയും അവരവരുടെ രീതിയിൽ ഇതിനെ പുതിയ ഒരു സൈറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എന്തൊക്കെയാണ് പുതിയ കൺവെൻഷനിൽ വരുന്ന പ്രത്യേകതകൾ? മെയിൻ ഹൈലൈറ്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് KCCNA കൺവെൻഷനിൽ KCYNA Knanaya Catholic Yuvajanavedi of North America അവരുടെ first time ever in the history of KCCNA, they are doing a gym challenge. Okay. So that will be conducted on Friday morning. I kindly request everyone to come and support our participants. Next, Knanaya Women's Forum, KCWFNA, they are doing a Royal Knanaya Kingdom pageant this time. So they are selecting Mannan, Manga, Princess and Prince. That will be on Friday afternoon from 1 o'clock. വേറൊരെണ്ണുള്ളത് നമ്മുടെ റിസപ്ഷൻ കമ്മിറ്റി, ദേ ആർ മേക്കിംഗ് എ വെരി പെർട്ടിക്കുലർ photo booth. So they do have a barcode where you can take a family picture or a single picture and send it using that barcode, send it to them, and they will be the last day to send your family photo using that photo booth will be on Saturday night 8 p.m. I think. And then you can be the winner. So that's something that's new this time, introduced by our reception committee. KCWFNയുടെ നേതൃത്വത്തിൽ ഒരു ഫ്ലാഷ് മോവ്, ഒപ്പം സ്ത്രീകളുടെ ഒരു ശിങ്കാരി മേളം കൂടെ ആദ്യമായിട്ടാണ് KCCNA കൺവെൻഷനിൽ ഇപ്രാവശ്യം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. That will be conducted on Sunday morning on the main stage and the main hall. So first time happening, women Chanda team is coming to entertain everybody. ാണ് KCCNA ഒരു റിയൽ ചാലഞ്ച് ഇപ്രാവശ്യം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാ യൂണിറ്റിന്റെയും പ്രിപ്പറേഷൻസും അവരുടെ എങ്ങനെയൊക്കെയാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് കാണിക്കാനായിട്ട്, ഒന്ന് കൺവെൻഷനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 90 സെക്കൻഡ് റിയൽ ചാലഞ്ച് ഒത്തിരി യൂണിറ്റുകൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. വി ഓൾസോ പാർട്ടിസിപ്പേറ്റഡ് ആൻഡ് വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു സീ ഹു ഈസ് ഗോയിങ് ടു ബി ദ വിന്നർ ഫോർ ദാറ്റ്. എനിക്ക് തോന്നുന്നു അതിന്റെ വിന്നറിന്റെ ബാങ്കറ്റിന്റെ ഒന്ന് അനൗൺസ് ചെയ്യും തോന്നുന്നു. എല്ലാ അവാർഡ് വിന്നേഴ്സിനും ബാങ്കറ്റിന്റെ ഒന്നാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇപ്രാവശ്യം KCCNA കൺവെൻഷന് അതുപോലെ വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫുഡ് മെനു ആണ് ഞാൻ കണ്ടത്. അതിനെ കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. നമ്മുടെ ഇത്തവണത്തെ ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാനായ ജയ്മോൻ വെട്ടുകല്ലിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം, ഓൾമോസ്റ്റ് 15 ആൾക്കാരാണ് അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നത്. അവർ വെൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഹോസ്റ്റലിൽ നിന്നുള്ള ഒരു ടീമാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സും തരുന്നത്. അതുപോലെ തന്നെ ലഞ്ചും ഡിന്നറും തരുന്ന ടാമ്പായിൽ നിന്നുള്ള ഒരു അടിപൊളി റെസ്റ്റോറൻറ്റുകാരാണ്. അവരെല്ലാം വെൽ പ്രിപ്പയർ ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇത്തവണത്തെ ലാസ്റ്റ്, അതായത് നമ്മുടെ ബാങ്കറ്റ് സമയത്ത് ഡിന്നർ സിറ്റ് ഡൗൺ അല്ല, അതൊരു ബഫെ ടൈപ്പ് ആക്കുകയാണ്. ഫിനാൻഷ്യലി സേവ് ചെയ്യാനും മറ്റുള്ള സൗകര്യത്തിനും അതിനെ ഒത്തിരി പേര് പ്രശംസിച്ചിട്ടുണ്ട്. പണ്ടേ വരേണ്ടതായിരുന്നാണ് ഇപ്പോൾ ആൾക്കാർ പറയുന്നത്. അതിന്റെ ഫുഡ് മെനു നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അടിപൊളി ഫുഡ് മെനു, എല്ലാ ഏജിലും ഉള്ളവർക്ക് എല്ലാ രീതിയിലും വ്യത്യസ്തമായ ഭക്ഷണ പദാർത്ഥങ്ങൾ അവരൊരുക്കിയിട്ടുണ്ട്. നിങ്ങൾ വരിക, ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക. ലാസ്റ്റ് ഡേയിലെ ഡിന്നർ നമ്മളൊരു ബഫേ സ്റ്റൈലിലാണ് ഇപ്രാവശ്യം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു പ്രത്യേകതയാണ്. അതിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ബഫേയിലേക്ക് വരാൻ നിങ്ങൾക്ക് ഒത്തിരി ചലഞ്ചസ് ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഇതൊരു ചലഞ്ച് തന്നെ ആയിരുന്നു. കാരണം മറ്റൊന്നുകൊണ്ടുമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഹാപ്പി അവർ 5:30 to 7 ആണ്. വിത്ത് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിളാണ്, പക്ഷെ എല്ലാ ദിവസവും അവിടെ ബാർ ഉണ്ടായിരിക്കുന്നതാണ്. അന്നത്തെ ദിവസം 4 ബാർ ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ ഹാപ്പി അവറിന്റെ സമയത്തും. അല്ലാതെയും ത്രൂ ഔട്ട് ബാർ ഉണ്ടായിരിക്കും. ഹാപ്പി അവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും, സമ്മാന സമ്മേളനം. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ബഫേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റ് ഡൗൺ തന്നെയാണ്. ടേബിളിൽ നമ്പർ ഇട്ടിരിക്കും. അതനുസരിച്ച് അതിന്റെ ചെയർമാൻ ബൈജു, അവരുടെ നേതൃത്വത്തിലുള്ള ടീമാണ് നമ്മുടെ ബാങ്കറ്റിന്റെ ചാർജ് എടുത്തിരിക്കുന്നത്. അവര് ഓരോ ടേബിളിലെ നമ്പർ അനുസരിച്ച് ആൾക്കാരെ വിളിക്കും. ആ ടേബിളുള്ളവർ ലൈനായി പോയി നിന്ന് ഫുഡ് എടുത്ത് തിരിച്ചു വരിക. അതുകൊണ്ട് അവിടെ ഒരു ക്രൗഡ് ഉണ്ടാകാതെ മാക്സിമം അവർ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം നമുക്ക് ഹൈലൈറ്റ്സ് ആയിട്ട് എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് വന്നിരിക്കുന്നത്? ഏവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ കൺവെൻഷൻ വ്യാഴാഴ്ചയാണ് തുടങ്ങുന്നത്. തേഴ്സ്ഡേ ഈവനിങ്ങിൽ
നമ്മുടെ നാട്ടിലുള്ള ഐഡിയ സ്റ്റാർ സിംഗേഴ്സ് വിന്നേഴ്സ് ആയ നജീമിന്റെ വിവേകാനന്ദ് ടീമുകളുടെ അടക്കമുള്ള ഒരു മ്യൂസിക്കൽ സ്റ്റേജ് ഷോ ആണ് തേഴ്സ്ഡേ നൈറ്റിൽ നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ജ്ഞാനായക്കാരുടെ പ്രിയങ്കരനായ DJ Illist from Chicago is going to perform during our convention. Opom Christopher D'Souza is one of the famous AV team member of Shah Rukh Khan. You all know that Shah Rukh Khan is a famous actor from India. Christopher D'Souza is one of his AV team, and he is coming to assist our AV team. So all the AV show will be one of a kind, spectacular show ആണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. So once again, as a hosting unit president, I kindly welcome each and every one of you to the 16th KCCNA convention, which will be held on Fort Lauderdale, Broward County Convention from August 6 to 10. അമേരിക്കയിലെ കേരളം എന്നറിയപ്പെടുന്ന സൗത്ത് ഫ്ലോറിഡയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരു സേഫ് ജേർണി വിഷ് ചെയ്തുകൊണ്ട് ഏവരെയും ഉടനെ തന്നെ കാണാമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ തേസ്റ്റേയില് നിങ്ങളെല്ലാവരും നേരത്തെ വരിക. അവിടെ ഹോട്ടൽ വരെയാണ് റൂം അസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് അപ് ടു 4 വരെയുള്ള ടൈം ഉണ്ട് റൂം തരാൻ വേണ്ടി. അവൈലബിൾ ആയിട്ടുള്ള റൂം അവരാണ് അത് തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എയർലി തരാനായിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോൾ വരുന്ന അന്നേരം തൊട്ട് റൂമിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുക. ഒരു പക്ഷേ അവർക്ക് റൂം അവൈലബിൾ അല്ലെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണമായിരിക്കും. പക്ഷെ നിങ്ങളുടെ ലഗേജ് ഒക്കെ അവിടെ കീപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നേരെ കൺവെൻഷൻ സെന്ററിലേക്ക് വന്ന് രജിസ്റ്റർ ചെയ്യുക. അതുപോലെ നമ്മുടെ സെക്യൂരിറ്റി വീഡിയോ ആദ്യം കാണണം, അത് കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ മനോഹരമായ നമ്മുടെ തേസ്റ്റേയിലെ മാസോടുകൂടി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിലേക്ക് നിങ്ങളെല്ലാവരെയും വെൽക്കം ചെയ്യുകയും അതോടൊപ്പം ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുകയും ഇങ്ങനെ ഒരു പബ്ലിസിറ്റി KCCNAക്ക് വേണ്ടി സംഘടിപ്പിക്കുകയും ചെയ്ത KVTVക്കും ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ടോണി കല്ലടാന്തിക്കും കല്ലടാന്തിയുടെ കൂടെയുള്ള എല്ലാവർക്കും പ്രത്യേകം നന്ദിയും സ്നേഹവും KCCNAയുടെ പേരിൽ അറിയിച്ചിരിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും വലിയ ജ്ഞാനായ സംഗമമാണ് നമ്മുടെ 16ാമത്തെ KCCNA കൺവെൻഷൻ. ധാരാളം ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്ന സമയമാണ്. എല്ലാവരും ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസ് ആൻഡ് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ don't forget to hashtag KCCNA 2026. Thank you. See you all soon. Thank you all.